കൊന്നിച്ച സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് ബ്ലാക്ക് ക്ലൗഡിന്റെ ചാപ്റ്റർ 295 ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഞാൻ ഈ വീഡിയോക്ക് ചെറിയൊരു ടാർജറ്റ് വെക്കുന്നുണ്ട്. വെറും 500 ലൈക്സും അതേപോലെ 30 കമന്റുമാണ് ഞാൻ വെക്കുന്ന ടാർജറ്റ്. ഇനി നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്തിടാൻ മറക്കണ്ട. എങ്കിലേ ഇതുപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആനിമി വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് മിസ്സാകാതെ കിട്ടത്തുള്ളൂ. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മുടെ നോയില വനീക്കനെ പുഷ് ചെയ്തുകൊണ്ട് നേരെ ബാക്കിലേക്ക് പോകുന്നുണ്ട്. അതേസമയം നമ്മുടെ ഗാജയെ അതേപോലെ ക്യൂനുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ നടക്കും. നോയില, ഞാൻ പറഞ്ഞതുപോലെ നീ സ്ട്രോങ്ങർ ആയി മാറിയോ? എനിക്ക് വേണ്ടിയാണ് നീ സ്ട്രോങ്ങർ ആയി മാറിയത്. പക്ഷെ എന്ത് ചെയ്യാനാടി, ഞാനും സ്ട്രോങ്ങർ ആയി മാറി. ഇനി നിനക്ക് എന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നിനക്ക് എത്ര ധൈര്യം കൊണ്ടിട്ടാണ് നീ ക്യൂനിൽ ഒളിപ്പിക്കുന്നോട് ഇങ്ങനെ കാണിച്ചത്? വനിക, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ നിന്നെ ഉറപ്പായിട്ടും തോൽപ്പിച്ചിരിക്കും. ഇത് കാണുന്ന ഷാർലറ്റ് ഞെട്ടുന്നുണ്ട്. അണ്ടേ എന്ന് പറയുന്നത് ക്യൂനിൽ ഒളിപ്പിക്കാനല്ല സെർവ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇവൾ നോയലിന്റെ കൂടെ നിൽക്കുന്നത്? നോയല, നീ അൾട്ടിമേറ്റ് മാജിക് പഠിക്കുന്നതിന് മുമ്പ്, അല്ല ഏത് പഠിക്കുന്നതിന് മുമ്പായാലും നീ ചെറുതായിട്ട് വേറൊരു പവർ അപ്പ് നീ അക്വയർ ചെയ്യണം. അപ്പോഴാണ് അവിടേക്ക് അണ്ടേ വരുന്നത്. ഇത് കാണുന്നത് നമ്മൾ നോയല ഞെട്ടുന്നുണ്ട്. വനിക്കയുടെ മാജിക് കാരണം എന്റെ സ്ട്രെങ്ത് ഒക്കെ പോയി. അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് ക്യൂനിൽ ഒളിപ്പിക്കാനുള്ള കോൺട്രാക്ട് എന്റെ ഇത് നഷ്ടപ്പെട്ടു. എന്റെ ഉള്ള സ്ട്രെങ്ത് പോകാതിരിക്കാനും അതേപോലെ മാൻ സ്റ്റോർ അപ്പ് ചെയ്യാനോട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് മറ്റൊരു ഗ്രിമോറിലേക്ക് മാറണമായിരുന്നു. അതൊരു ക്വാളിഫൈഡ് മേജിന്റെ ഗ്രിമോറിലേക്ക്. അങ്ങനെയാണ് ഞാൻ നിന്റെ ഗ്രിമോറിലേക്ക് വന്നത്. നോയില, നിനക്ക് ആ കഴിവുണ്ട്. ഒരു വാട്ടർ സ്പിരിറ്റിനെ ഹോസ്റ്റ് ചെയ്യാനുള്ള കഴിവ് കൂട്ടത്തിൽ നിനക്കേ ഉള്ളായിരുന്നു. പക്ഷെ ഉള്ള കാര്യം പറയാലോ, എനിക്ക് നിന്റെ കൂടെ കോൺട്രാക്ട് ചെയ്യാൻ ഒരു താല്പര്യമില്ല. കാരണം നീ എപ്പോ നോക്കിയാലും കലപുല കാറിക്കൊണ്ടേ ഇരിക്കും. അപ്പൊ ഞാൻ നോയില് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിന്നെ പോലെ എടുത്തിട്ട് ആര് കോൺട്രാക്ട് ചെയ്യും? എനിക്ക് പുള്ളിക്കാരുടെ പാതി ശരീരം വെച്ച് സുപ്രീം ഡെവിൽ ആയിട്ടുള്ള മെഗിക്കുള്ളിനെ പുള്ളിക്കാരി മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആർക്കിൻ സ്റ്റേജുള്ള മേഴ്സിനൊക്കെ അവളെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതേപോലെ മറ്റൊരു പോസിബിലിറ്റി ഇവിടെ നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അത് മറ്റൊന്നാണ്. അത് നിന്നെ പോലെയുള്ള സ്പിരിറ്റ് ഹോസ്റ്റിനൊക്കെ അറ്റൈൻ ചെയ്യുന്നവർക്ക് മാത്രം പറ്റിയൊരു കാര്യമാണ്. അതിന്റെ പേരാണ് സെയിന്റ് സ്റ്റേജ്. അങ്ങനെയാണെങ്കിൽ ഈ ആസ്റ്റേഡും ബാക്കിയുള്ളവരൊക്കെ പുറകെ നടക്കുന്നതിന് പകരം നിനക്ക് യൂണിനെ ഫുഗുകളിനൊക്കെ ഹെൽപ്പ് ചെയ്ത പോലെ. കാരണം അവരൊരു സ്പിരിറ്റ് ഹോസ്റ്റ് അല്ലേ. ഒന്നുമില്ലെങ്കിൽ ലുലുപ്പിയുടെ മാജിക് തന്നെ എന്തുമാത്രം എനോർമസ് ആണ്. അവളെ നിനക്ക് സയൻസ് സ്റ്റേജിലേക്ക് എത്തിക്കാൻ സാധിക്കുമല്ലോ. വർഷങ്ങൾക്ക് മുമ്പാണ് ഹേറ്റ് കിങ്ഡത്തിലെ ഫസ്റ്റ് ക്യൂനെ ഞാൻ കാണുന്നത്. അവളുടെ കൂടെ ഞാൻ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തു. പിന്നെ പതുക്കെ ഞാൻ ഹേറ്റ് കിങ്ഡം പ്രൊട്ടക്ട് ചെയ്യാനും തുടങ്ങി. ഓരോ ക്യൂന്റെ കയ്യിൽ നിന്നും മറ്റൊരു ക്യൂനിലേക്ക് ഞാൻ മാറിക്കൊണ്ടേയിരുന്നു. കാരണം എനിക്ക് അടുത്തുള്ള ആൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു വട്ടമാണ് ഞാൻ ലോലിപ്പിക്കിനെ പരിചയപ്പെടുന്നത്. അവളൊരു കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ തൊട്ട് തന്നെ അവൾക്ക് വാസ്റ്റ് ആയിട്ടുള്ള മാജിക് ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ അടുത്ത റൂളർ ആകാനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും കടന്നു. എന്നാൽ ബാക്കിയുള്ള എല്ലാ ക്യൂൺസിൽ നിന്നും ഇവൾക്കൊരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. ലോലിപ്പിക്ക് ഒരു സിംഗിൾ ആയിട്ടുള്ള അറ്റാക്കിംഗ് സ്പെല്ല് പോലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവൾക്ക് സെയിൻ സേജ് ആകാനും പറ്റില്ല, അതേപോലെ ഡെവിൾസിനെ ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. അവൾ അത്രക്ക് കൈൻഡ് ആയിട്ടുള്ള കൊച്ചായിരുന്നു. ഞാൻ എന്തൊരു പ്രിൻസസ് ആണല്ലേ, എനിക്കൊരു അറ്റാക്കിംഗ് സ്പെല്ല് പോലും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രിൻസസ് എന്ന് പറയുന്നത് തന്നെ എനിക്ക് അപമാനമാണെന്ന് തോന്നുന്നു. ഒരിക്കലും വല്ല ഒഴിപ്പിക്കുക. നിന്റെ കൈൻഡ്നസ്, അതാണ് എന്റെ പ്രൈഡും, അതാണ് എന്റെ ജോയും. അവളുടെ നിഷ്കളങ്കത കാരണം എനിക്ക് ഒരിക്കലും അവളോട് സയൻസ് ഏജിനെ കുറിച്ച് പറയാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വന്നിരുന്നു. ആരോടും പറയാതെ, അവളോട് പോലും പറയാതെ ഞാനിരുന്നു. അങ്ങനെ അവൾ കൈൻഡായിട്ട് മാറണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അത് തെറ്റായിരുന്നു. ഞാൻ കാണിച്ച എന്റെ സെൽഫിഷ് ആക്ട് കൊണ്ട് അവൾ കേസായിപ്പെട്ടു. അവളെ കിഡ്നാപ്പ് ചെയ്തു. ഞാൻ തെറ്റാണ് ചെയ്തത്. ശരിയാണ്, അവളോട് നീ അത് പറയാഞ്ഞത് വലിയൊരു തെറ്റാണ്. പക്ഷേ ഒരിക്കലും അത് നിന്റെ ഒരു പ്രശ്നമല്ല. നീ നിന്റെ ഉള്ളിലെ കൈൻഡ്നസ് കാരണമാണ് അത് അവളോട് പറയാഞ്ഞത്. ഒരാളോടുള്ള ഇഷ്ടവും അഫക്ഷനും ഒരിക്കലും തെറ്റല്ല. അതുകൊണ്ട് ഞാൻ പറയുവാണ്, നമുക്കൊരിക്കലും ഒരുമിച്ച് പോകാൻ സാധിക്കത്തില്ല. നമ്മുടെ രണ്ടുപേരുടെയും ഗോൾ സെയിം ആണ്. അതുകൊണ്ടേ നീ എന്റെ കൂടെ ചേരൂ. നമുക്ക് ലോലിപ്പിക്കനെ സേവ് ചെയ്യാം, വെനിക്കനെ നശിപ്പിക്കുകയും ചെയ്യാം. ഇതേ സമയം ഒരു സൈഡിൽ നമ്മുടെ ക്യൂനു അതേപോലെ ഗാജുള്ള ഫൈറ്റ് നടന്നിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ വനിക്ക പുള്ളിക്കാരുടെ ഫുൾ പവർ യൂസ് ചെയ്യും. അതെല്ലാം നമ്മുടെ നോയില ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ക്യൂവിന്റെ കണ്ണിൽ നിന്ന് നല്ലതായിട്ട് കണ്ണീരും വരുന്നുണ്ട്. പുള്ളിക്കാരിക്ക് എല്ലാം ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരുടെ ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രം. നോയില, നീ ഇത് പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ ഞാൻ നിന്നോട് ഒരിക്കലും പൊറുക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിച്ചതാ. പെട്ടെന്ന് നമ്മുടെ നോയില പറയുകയും ചെയ്യും, മിണ്ടരുത്. ഈ മിണ്ടരുതെന്ന് പറയാൻ നേരത്ത് തന്നെ നമ്മുടെ വനീക്കയ്ക്ക് പെട്ടെന്നൊരു ഫീല് കയറി വരും. എന്നിട്ട് പറയുകയും ചെയ്യും, നിനക്കിഷ്ടമുള്ള നീ എല്ലാം കാണിച്ചു കൂട്ടും, എന്നിട്ട് പാവപ്പെട്ടവരെ എല്ലാവരും നീ ഹേറ്റ് ചെയ്യും, അതാണ് നിന്റെ പ്രശ്നം. എന്നിട്ട് പൊട്ടനെ പോലെ കിടന്ന് ചിരിക്കുകയും ചെയ്യും. പറ്റത്തില്ല, അതൊരിക്കലും പൊറുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന നേരത്ത് തന്നെ വനീക്കയ്ക്ക് എന്തൊരു ഗൂസ്ബം മൊമെന്റ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് സ്പിരിറ്റ് ഡൈവ് ആണ്. അതായത് നോയിലയുടെ സ്പിരിറ്റ് ഡൈവ്. പുള്ളിക്കാരി വാൾക്കേറി ആർമർ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ അവസാനിക്കുന്നത്. സോ നാളെ നമുക്ക് നോയിലെയും വനീക്കയായുള്ള ഒരു ഫുൾ ഔട്ട് ബാറ്റിൽ കാണാവുന്നതാണ്. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പൊ തന്നെ ഫോളോ ചെയ്തിടാൻ മറക്കണ്ട.